നമസ്കാരം. കൊടും ക്രിമിനൽ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളും പ്രതിഷേധങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ പറ്റി സന്തോഷ് പണ്ഡിറ്റിന്റെ FB പോസ്റ്റ് ഏറെ ചർച്ചയായി. പോസ്റ്റിന്റെ വിശദാംശം നോക്കാം. പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം. കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ പിടികൂടിയ വാർത്തയറിഞ്ഞ് സന്തോഷിക്കുന്നു. ജയിലിലെ 18 മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ കൈയും വെച്ച് എടുത്തു ചാടിയ ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണ്. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈ കൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫ്ലക്സിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് മതിലിലൂടെ ഊന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. കമ്പി മുറിക്കാൻ ആയുധം എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത്. സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കടക്കാനാകൂ. പിന്നെയും കടമ്പകളില്ലേ? ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്ന് ആരും മതിൽ ചാടി പുറത്തു പോയിട്ടില്ല. ഒറ്റ കൈയും വെച്ച് ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി. ആക്സോ ബ്ലേഡ് എങ്ങനെ വന്നു അവന്റെ കയ്യിൽ? ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ. മതിലിനോട് ചേർന്ന ഫെൻസിംഗിൽ ആ സമയം വൈദ്യുതി ഇല്ല. അതെങ്ങനെ ഓഫായി? ഇതിനെല്ലാം ഉത്തരം ഉണ്ടാകാം, ഇപ്പോൾ അറിയില്ല. അത്രയേയുള്ളൂ. ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക. നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും. അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻ കറിയുമായി ചോറ്. ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൻ കറിയും. സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് എന്നും ചെറുപയറും ചോറും ഒക്കെയാണ്. നോ ഓപ്ഷൻ. ഇനിയും ഗോവിന്ദചാമിക്ക് ദിവസവും മട്ടൻ ചിക്കൻ മീനൊക്കെ കഴിച്ചു ജീവിക്കാൻ യോഗമുണ്ട്. ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല. വാൽ കഷ്ണം ഓപ്പറേഷൻ സക്സസ്, പക്ഷേ രോഗി ചത്തു എന്ന് പറയാം. ബൈ സന്തോഷ് പണ്ഡിറ്റ്. 1000 സാംസ്കാരിക നായകന്മാർക്ക് അര പണ്ഡിറ്റ്. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.